ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. സംഗീതമേഘം തേൻ സിന്ധും നേരം ആകാശം. നമസ്കാരം, എല്ലാവർക്കും സംഗീതമേഘം പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റൊരു അതുല്യനായ ഗായകനോടൊപ്പം ഇന്നത്തെ സംഗീതമേഘം പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലെസ്റ്റർ മെലഡി ഓർക്കസ്ട്രയിലെ ഒരു ഗായകനായ ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടൊപ്പമാണ് ഇന്നത്തെ സംഗീതമേഘം നമ്മൾ ചെലവഴിക്കുന്നത്. സംഗീതമേഘം പരിപാടിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സംഗീതമേഘം പരിപാടി കാണാറുണ്ടോ? സംഗീതമേഘം പരിപാടിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിനീതമായ സ്വാഗതം. ഈ പരിപാടി ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ 12ാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞു ആണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ നല്ല പ്രോഗ്രാമാണ് നിങ്ങളുടേത്. ഹരീഷിനും അതുപോലെ തോമസ് ടി ആൻഡ്രൂലിനും എൻ്റെ എല്ലാവിധ ആശംസയും പരിപാടിക്ക് വേണ്ടിയുള്ള വളരെ നല്ല പരിപാടിയാണ്. അപ്പോൾ ദിലീപ് ലെസ്റ്റർ മെലഡി ഓർക്കസ്ട്രയിലാണ് പാടുന്നത്. ലെസ്റ്റർ മെലഡി ഓർക്കസ്ട്ര തുടങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് എന്നാണ് തുടങ്ങിയത്? ആരൊക്കെയാണ് അതിലെ മറ്റു ഗായകർ? ലെസ്റ്റർ മെലഡി ഓർക്കസ്ട്ര തുടങ്ങിയത് 2006 ഞങ്ങൾ കുറച്ച് ഗായകർ ചേർന്നിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ലെസ്റ്ററിൽ അന്നേരം ലണ്ടനിലുണ്ടായിരുന്ന സ്റ്റാൻലി മാത്യു ചേട്ടനാണ് ഇങ്ങനൊരു പ്ലാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ലെസ്റ്ററിലോട്ട് മാറിയിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞ വേറെ ഗായകനുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടും ചേർന്നിട്ടാണ് ഇങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഞങ്ങളല്ലാതെ ഇങ്ങനെ ഫാമിലി മീറ്റിംഗ് കൂടുമ്പോൾ അവിടെ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വിളിച്ചപ്പം, ദിലീപ് നീ ലെസ്റ്ററിലോട്ട് മൂവ് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് കൂടി ഒരു ട്രൂപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഈ ട്രൂപ്പുകളൊക്കെ വളരെ വളരെ കുറവാണ് ആ സമയത്ത്, ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ മൂവ് ചെയ്തിട്ട് ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആദ്യം സ്റ്റോക്ക് വാടകയ്ക്കെടുത്താണ് പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു കാറിനകത്ത് വാടകയ്ക്കെടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പ്രോഗ്രാംസൊക്കെ കിട്ടി, പേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ പുതിയ വാങ്ങിച്ചങ്ങനെ ഒരു ട്രൂപ്പായിട്ട് മാറിയെടുത്തു. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ദിലീപ് ഏത് ട്രൂപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ ആരുടെ കൂട്ടത്തിലാണ് പാടിക്കൊണ്ടിരുന്നത്? അതിന് മുമ്പ് UK വന്ന സമയത്ത് ഞാനങ്ങ് വേറെ പാടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നാട്ടിലേക്കും പാടിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 2003 ഞാൻ UK വന്നു. അത് കഴിഞ്ഞ് 2003 വർഷം നമ്മൾ ആദ്യം ജോലി കിട്ടാനുള്ള പാടുകളും അതിനുള്ള അഡാപ്റ്റേഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി തിരക്കിലായിരുന്നു. പിന്നാണ് കലക്കി പിടിച്ചത്. അങ്ങനെയാണ് ഞാൻ ലെസ്റ്ററിലോട്ട് മൂവ് ചെയ്യുന്നത്. സംഗീതത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇപ്പം ഇത് എങ്ങനെ കിട്ടിയതാണ്? ഫാദർ മദർ ആരെങ്കിലും പാടുന്നവരായിട്ടുണ്ടോ, അതല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും പാടുന്നവരായിട്ടുണ്ടോ? അങ്ങനെ പറയാൻ അമ്മ കുറേശ്ശെ പാടും, അല്ലാതെ അങ്ങനെ ഒരു സംഗീത പാരമ്പര്യവും പറയാനൊന്നുമില്ല. പിന്നെ കൊച്ചിലെ പാടുമായിരുന്നു. കൊച്ചിലെ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കോളേജിലാണ് ശരിക്കും എനിക്ക് ബ്രേക്ക് ഉണ്ടായത്. കോളേജിൽ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആ സമയത്താണ് എൻ്റെ ഒരു ബ്രേക്ക്. അതുവരെയും പാട്ടിനെക്കുറിച്ച് അങ്ങനെ ഒരു പേരൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ സെലക്ഷനായി ദൂരദർശന് വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടിയായിരുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു.
കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ നാടക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറം മലരുന്നു. മയിൽപ്പീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറം മലരുന്നു. അരയെന്ന പിടപോനി അണയുമ്പോൾ അഷ്ടപതി മധുര വന്ദന നെഞ്ചിൽ നിറയുന്നു നിറയുന്നു. മലയാള ഭാഷ നാടക ഭംഗി കലർമന്ദഹാസമായി വിരിയുന്നു. കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ ഇണങ്ങുമ്പോൾ ഒരുവിധം പഴുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കുളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? ഗായികയും? അത് എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പി ജയചന്ദ്രൻ്റെ പാട്ടുകളാണ്. ഭാവഗായകൻ, മലയാളത്തിൻ്റെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന പി ജയചന്ദ്രൻ്റെ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ താല്പര്യം. പിന്നെ തമിഴിലെ SP ബാലസുബ്രഹ്മണ്യം. നാട്ടിൽ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ എന്താണ് ജോലി ചെയ്യുന്നത്? ഈ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല. അപ്പം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ വീട് മുതുകുളം എന്ന് പറയും, കായംകുളത്തിനടുത്ത് മുതുകുളം. അതായത് ആദ്യത്തെ മലയാള സിനിമ സംവിധായകൻ്റെ വീടാണ്, നാടാണ് മുതുകുളം. അപ്പോൾ അവിടെയാണ് മുതുകുളം രാഘവൻപിള്ള എന്ന് പറയുന്നത് മലയാള സിനിമ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് വീട്, ഞാൻ വരുന്നത്. ഇവിടെ ലെസ്റ്റർ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. UK വന്നിട്ടിപ്പോൾ 7-7.5 വർഷത്തോളമായി. എൻ്റെ പേര് ബീന. ഞാൻ നാട്ടിൽ പാലയ്ക്കടുത്ത് പറഞ്ഞങ്ങനത്തായിട്ട് താമസിക്കുന്നു. ഇവിടെ ലെസ്റ്ററിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ദിലീപ് ഏത് പാട്ട് പാടുന്നതാണ് ബീനയ്ക്ക് ഇഷ്ടം? വീട്ടിൽ ഏത് പാട്ടാണ് കൂടുതൽ പാടാറുള്ളത്? ദിലീപേട്ടൻ എപ്പോഴും വീട്ടിൽ പാടാറുള്ളത് മെലഡി സോങ്സ് ആണ്. എന്നെ കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് പാടി കേൾപ്പിച്ചത് ഒന്നിനെ ശ്രുതാത്തി എന്നൊരു മെലഡി സോങ്ങാണ് പാടി കേൾപ്പിച്ചത്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് പാട്ടുകൾ ഇങ്ങനെ പാടി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാലത്തിലേക്കൊന്ന് തിരിച്ചു പോകാം. ആ ഒന്നിനി ശ്രുതി താഴ്ത്തി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു 2 ലൈൻ ഒന്ന് പാടാമോ? പാടാം. ഒന്നിനി ശ്രുതി താഴ്ത്തി
പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. മുമ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വാടകയ്ക്ക് എടുത്തോണ്ടൊക്കെ പോകുമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പിലാണ്, നല്ലൊരു ലക്ഷ്മി ഓർക്കസ്ട്രയുടെ ഒരു നല്ലൊരു ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഇന്നത്തെ ഒരു സൗകര്യപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്തുമാത്രം വ്യത്യാസമാണ് കാണാൻ സാധിക്കുന്നത്? വ്യത്യാസം എന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെയൊക്കെ ധാരണ മെലഡി എന്നുള്ള പേരിട്ടത് തന്നെ ഏറ്റവും കൂടുതൽ മെലഡി സോങ്ങുകൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ കൂടുതൽ മെലഡികൾ പഠിക്കുകയും അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ആദ്യം ശ്രമിച്ചു. അങ്ങനെ കുറേ മെലഡി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷെ പിന്നെ മനസ്സിലായി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. 2 പാട്ട് കഴിയുമ്പോൾ മെലഡി മാറ്റിയിട്ട് ഞങ്ങൾ അടിച്ചുപൊളി പാട്ട് പാടേണ്ട അവസ്ഥയാണ് എവിടെ ചെന്നാലും ആൾക്കാർ അത് ആഗ്രഹിക്കുന്നു. കാര്യം അവരെയും കുറ്റം പറഞ്ഞ കാര്യമല്ല. ഇത്രയും തിരക്ക് പിടിച്ച ഒരു ജീവിതം വരുമ്പോൾ അത് കഴിഞ്ഞ് റിലാക്സേഷന് വേണ്ടി ഒരു പരിപാടി വെക്കുമ്പോൾ അവർക്ക് എല്ലാം മറന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളത് മാക്സിമം അതിനോട് നീതി പുലർത്തുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ പിന്നെ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് സംഗീതം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ. അത് തന്നെ ഒരു വലിയ കാര്യം. എത്രയോ ഗായകരുണ്ട് UK നമുക്ക് പാടാൻ കൊതിച്ചിട്ട് അവർക്കൊരു അവസരമില്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേജ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടണം. അത് വലിയൊരു പുണ്യമാണ് സംബന്ധിച്ചോളം. അതുപോലെ സംഗീത പരിപാടികളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ യാത്രകൾ, റിഹേഴ്സലുകളൊക്കെ ഞങ്ങൾക്ക് വളരെ മനോഹരങ്ങളാണ്. വളരെ മനസ്സിന് ഒത്തിരി ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. യാത്രകൾ എപ്പോഴും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതാണ്. പാട്ടിനെക്കുറിച്ച് ഡിസ്കഷൻസ്, തിരിച്ചു പോകുമ്പം അതിനൊരു ഫീഡ്ബാക്ക്, അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമാണ്. അതാണ് നമ്മൾ ശരിക്കും ആസ്വദിക്കുന്നത് സംഗീതത്തിൽ. ഓരോ പരിപാടി കഴിയുമ്പോഴും ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അന്ന് ദൂരദർശനിൽ പാടാറുണ്ടായിരുന്നു എന്ന് പറയും ദേശഭക്തി ഗാനങ്ങൾ. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ഓർമ്മയുള്ള ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? അതൊത്തിരി പഴയ പാട്ടുകളാണ്, ഒരുപാട് നാൾക്ക് മുമ്പുള്ള കാര്യമല്ലേ. എങ്കിലും അന്ന് പാടിയതിൽ കുറച്ച് കൊള്ളാമെന്ന് പറഞ്ഞാൽ ജന്മകാരുണി ഭാരതം, അത് ഞങ്ങൾ സ്ഥിരമായിട്ട് പാടുമായിരുന്നു. 2 വരികൾ, അതിൻ്റെ 2 വരി പാടാം. ജന്മകാരിണി ഭാരതം ജന്മമേകിയ ഭാരതം നമ്മളാം ജനകോടി തൻ അമ്മയാകിയ ഭാരതം ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. അപ്പോൾ ഇത്രയും സമയം, നിങ്ങളുടെ വിലയേറിയ സമയം ഡെയിലി മലയാളത്തിൻ്റെ സംഗീതമേഘം പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് വളരെയധികം നന്ദി. എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇംഗ്ലണ്ടിൽ ഇത്രയും വലിയ ഗായകർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത്. വളരെ നല്ല കഴിവുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതൊരു വലിയ സംരംഭമാണ് നിങ്ങൾ ചെയ്തത്. ഇത്രയും വലിയ കഴിവുള്ള ആൾക്കാരെ അത് ഇത്രയും തിരക്ക് പിടിച്ച്, എനിക്കറിയാം ഹരീഷിന് വളരെ നന്നായിട്ട് പാടും, ഒത്തിരി ട്രൂപ്പിലൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് തിരക്ക് പിടിച്ച ആളാണ്. എന്നിട്ടും ഈ തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം കളയുകയും ഞങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞങ്ങളെ വലിയ വലിയ ആൾക്കാരാക്കി സത്യം പറഞ്ഞാൽ അതിന് ഒത്തിരി നന്ദി. അതുപോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത തോമസ് ടി ആൻഡൂർ, അവരൊക്കെ ഒത്തിരി തിരക്കുള്ള ആൾക്ക് പ്രശസ്തനായ ഒരു വീഡിയോഗ്രാഫറാണ്. പുള്ളി ഈ എല്ലാ സമയം ഉണ്ടാക്കി നിങ്ങൾ ഇത്രയും ചെലവഴിച്ചല്ലോ, അതിനൊക്കെ ഒത്തിരി നന്ദി. ഇന്നത്തെ സംഗീതമേഘം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അതുല്യ പ്രതിഭയുമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടും. നമസ്കാരം.